ചിത്രങ്ങൾ, ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, അനിമേഷൻ എന്നിങ്ങനെ വിവിധ മാധ്യമങ്ങളും സങ്കേതങ്ങളും സംയോജിപ്പിച്ച് ആശയവിനിമയം സാധ്യമാക്കുന്ന രീതിയാണ് മൾട്ടിമീഡിയ. സാങ്കേതികവിദ്യയുടെ ഇക്കാലത്ത് മൾട്ടിമീഡിയ പഠിച്ചവർക്ക് ജോലി സാധ്യതയും ഏറെയാണ്. പണ്ടോട്ട് എനിക്ക് ആർട്ടിനോട് ഭയങ്കര താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്. ഒരു കണ്ടന്റിനെ ആൾക്കാരിലേക്ക് ഏറ്റവും ഭംഗിയായി എത്തിക്കാൻ പറ്റുന്ന ഒരു മീഡിയയാണ് ഗ്രാഫിക് ഡിസൈൻ. അത് തന്നെയാണ് എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ലൈവ് സ്റ്റുഡിയോ എക്സ്പീരിയൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ തന്നെ വീഡിയോ എടുത്ത് ഞങ്ങൾ തന്നെ എഡിറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഓരോന്ന് പഠിക്കുന്നത്. പിന്നെ ഓരോ സ്റ്റുഡൻസിനും ഓരോ ടീച്ചേഴ്സ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ തരുന്നു. മൾട്ടിമീഡിയ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കായി കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗും ക്രിയേറ്റിവിറ്റിയും കലയും ഒരുമിച്ച് ചേരുന്ന കോഴ്സാണ് ജിടെക് ഒരുക്കിയിരിക്കുന്നത്. ഈ രംഗത്തെ ഡിജിറ്റൽ ആർട്ട് പോലുള്ള ഏറ്റവും നൂതനമായ ടെക്നോളജിയും ട്രെൻഡും കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കുട്ടികൾക്ക് ഏറ്റവും മികച്ച പരിശീലനം ലഭിക്കുന്നതിനു വേണ്ട മൾട്ടിമീഡിയ ലാബ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും മികച്ച ഫാക്കൽറ്റിയുടെ ലഭ്യതയും ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ ലഭിക്കുന്നുവെന്നതും ജിടെക്കിലെ കോഴ്സിന്റെ പ്രത്യേകതയാണ്. അതിൽ ഗ്രാഫിക് ഡിസൈനിങ്, ആനിമേറ്റർ, അതുപോലെ മോഷൻ ഗ്രാഫിക്സ്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നിവ 4 ടൈപ്പ് കോഴ്സുകളാണ് നമ്മൾ മൾട്ടിമീഡിയ സെക്ഷനിൽ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ സോഫ്റ്റ്വെയർസ് നമ്മൾ വരുന്നുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് സോഫ്റ്റ്വെയർസ് ഫോട്ടോഷോപ്പ്, പ്രീമിയർ, FCP, ഡാവിഞ്ചി, പിന്നെ അതുപോലെ ബ്ലെൻഡ്, അങ്ങനെയുള്ള കുറേ സോഫ്റ്റ്വെയർ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സിസ്റ്റം നമ്മൾ 2 ടൈപ്പ് സിസ്റ്റത്തിലാണ് ഇവർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുന്നത്. iOSഉം വിൻഡോസും എന്ന 2 ടൈപ്പ് സിസ്റ്റം വരുന്നത്. വിഷ്വൽ പെർസെപ്ഷൻ, ഫോട്ടോഗ്രഫി, വീഡിയോഗ്രഫി, എഡിറ്റിംഗ്, സ്റ്റോറി ബോർഡ്, ഓഡിയോഗ്രഫി തുടങ്ങി വിവിധ സാങ്കേതിക വിദ്യകളിൽ പരിജ്ഞാനം നേടുവാൻ ഈ കോഴ്സ് സഹായകമാകും. മെയിനായിട്ട് ഇവർ ചെയ്ത് തന്നെയാണ് പഠിക്കില്ല. അവർക്കൊരു പ്രൊജക്റ്റ് കൊടുക്കും. ആ പ്രൊജക്റ്റ് തന്നെ കംപ്ലീറ്റ് ആക്കിയാൽ അവിടെ അടുത്ത പ്രൊജക്റ്റിലേക്ക് അവർക്ക് പോകില്ല. ആ രീതിയിൽ തന്നെയാണ് ക്ലാസ് ഉണ്ടാവുക. അത് ഇൻഡിവിജ്വൽ ക്ലാസ് തന്നെയാണ് നടക്കുന്നത്. പ്രൊഡക്ഷൻ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രീതിയിലാണ് മെയിനായിട്ട് വരുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമുക്ക് മെയിനായിട്ടും പോസ്റ്റർ ക്രിയേഷൻ, ലോഗോ ക്രിയേഷൻ, മെയിനായിട്ട് സോഷ്യൽ മീഡിയ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം, ആ രീതിയിലേക്ക് മാർക്കറ്റിംഗ് സെക്ഷനിലേക്ക് വരിക. നമ്മളിവിടെ ഗ്രീൻ റൂം സെറ്റാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചെയ്തത്. സ്റ്റുഡൻസിനെ കൊണ്ട് തന്നെ വീഡിയോ എടുപ്പിച്ച് അവിടെ നിന്ന് അവരെ കൊണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനെല്ലാം ലൈവായിട്ട് അവരെ പഠിപ്പിക്കും. മൾട്ടിമീഡിയ പഠിച്ചവർക്ക് പബ്ലിക്കേഷൻ, ബ്രോഡ്കാസ്റ്റിംഗ്, വീഡിയോഗ്രഫി, എഡിറ്റിംഗ്, അഡ്വർടൈസിംഗ് എന്നീ മേഖലകളിൽ ജോലി സാധ്യതയുണ്ട്. സാങ്കേതിക വിദ്യയും ക്രിയേറ്റിവിറ്റിയും ഒരുമിക്കുന്ന ജോലി ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും നല്ല കോഴ്സാണ് മൾട്ടിമീഡിയ.